ഫക്രുദ്ദീൻ സാറേ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേർഡാണ് ദേശീയത. അപ്പോൾ ദേശീയതയെ പറ്റിയുള്ള ചർച്ച അത് പല രാഷ്ട്രീയ പാർട്ടികളും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. കേരളത്തിൽ ദേശീയത കൂടുതലാണെന്ന് കേരളക്കാർ അവകാശപ്പെടുന്നു. വടക്കേ ഇന്ത്യയിൽ ദേശീയത തന്നെ വിവിധ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. ദേശീയത എന്ന് പറയുന്നത് ആകെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാവും. സംസ്കാരം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ശീലങ്ങളുടെ ഒരു ഘനീകൃത രൂപമാണ്. നമ്മുടെ പല ശീലങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഘനീകൃത രൂപമാണ് സംസ്കാരം. ഈ സംസ്കാരത്തിൽ നിന്നാണ് ഒരു ദേശീയത ഉണ്ടാവുന്നത്. ഈ ദേശീയത എന്ന് വെച്ചാൽ ഒരു ഫീലാണ്. എന്താണ്? എ ഫീൽ ഓഫ് വൺനെസ്. നമ്മൾ ഒന്നാണ് എന്നുള്ള ഫീലാണ്. നിങ്ങൾ ഞാനും ഒന്നാണ്. നമുക്ക് എന്തൊക്കെയോ പൊതുവായിട്ട്, നമ്മൾ വ്യത്യസ്ത വ്യക്തികളാണ്, വൈരുദ്ധ്യങ്ങളുണ്ട്, ശത്രുതയുണ്ട്, എങ്കിലും നമുക്ക് പൊതുവായിട്ട് എന്തോന്നുണ്ട്, അത് നമ്മുടെ പൊതു താല്പര്യമാണ് എന്നൊരു ഫീലിൽ നിന്നാണ് ദേശീയത ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സാംസ്കാരിക ബോധമൊക്കെ ഉണ്ടായിരുന്നു. ആ സാംസ്കാരിക ബോധം വെച്ചാൽ വളരെ രാമായണം, എം.എൻ. ശ്രീനിവാസനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. ആ സാംസ്കാരിക ബോധത്തിൻ്റെ അടിസ്ഥാന രാമായണം, മഹാഭാരതം, പുരാണങ്ങളുമാണ്. ഇപ്പം നിങ്ങൾ ദളിതനാണെങ്കിൽ പോലും അവിടെ എല്ലാം തന്നെ രാമായണ മഹാഭാരതം എല്ലാം തന്നെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രാചീന കാലത്തും മധ്യകാലഘട്ടത്തിലെല്ലാം എത്തി. ബ്രാഹ്മണരാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും എത്തിയിരുന്നു. ഇപ്പോൾ ആദിവാസികൾക്ക് അവരുടെ രാമായണമുണ്ട്, ഇപ്പോൾ മുസ്ലിംസിന് മുസ്ലിം രാമായണമുണ്ട് എന്ന് പറയുന്നത് പോലെ വയനാട്ടിൽ നിന്ന് വയനാടൻ രാമായണമുണ്ട്. പിന്നെ അന്നൊക്കെ നമ്മൾ പല രാജ്യങ്ങളായിട്ട് ഇവിടുത്തെ സാമൂതിരി കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിനോടൊക്കെ യുദ്ധം ചെയ്ത് പരസ്പരം ഇന്നത്തെ ആഫ്രിക്ക പോലെ കഴിഞ്ഞിരുന്ന സ്ഥലം എങ്കിൽ പോലും ഒരു സാംസ്കാരിക ധാരയെ നമ്മൾ കോർത്തിണക്കപ്പെട്ടിരുന്നു. അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പിന്നെ പറയുന്നത്. RSS വലിയൊരു പരിധി വരെ എന്താണ് സാംസ്കാരിക ദേശീയത എന്നൊക്കെ പറയുന്നത്. RSS പറയുന്നതുകൊണ്ട് ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ഇതിനിങ്ങനെ തലമുണ്ട്. വേറൊരു സംഭവം നമ്മുടെ നാട്ടിൽ പരസ്പരം യോജിച്ച് നിർത്തി ആ കാലഘട്ടത്തിൽ തീർത്ഥാടനങ്ങളാണ്. കാശിയിലേക്ക്, മധുരയിലേക്ക്, രാമനാഥപുരത്തേക്ക്, അതുപോലെ തന്നെ രാമേശ്വരത്തേക്ക്, ഹിമാലയത്തിലേക്കുള്ള തീർത്ഥാടനങ്ങളുണ്ട്. ഈ തീർത്ഥാടനങ്ങൾ നമ്മുടെ ദേശീയതയെ പോഷിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ മൈനോറിറ്റീസ് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഈ മൈനോറിറ്റീസിൻ്റെ ജീവിതത്തിൽ ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും, ഇപ്പോൾ എസ്പെഷ്യലി ഇത് സിറിയൻ ക്രിസ്ത്യൻസ് ആൻഡ് ട്രഡീഷണൽ സുന്നി മുസ്ലിംസ്, അവരുടെ ലൈഫിലും അവർ അള്ളാഹ് എന്നുള്ള ദൈവത്തെ വിശ്വസിക്കും, യഹോവ അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള ദൈവത്തിൻ്റെ ദൈവത്വം അവർ വിശ്വസിക്കുമ്പോൾ തന്നെ സാംസ്കാരിക ജീവിതം ഇവിടുത്തെ സാധാരണക്കാരനായ മറ്റുള്ളവരുടെ ജീവിതം പോലെയാണ്. ഇവിടെ മറ്റുള്ളവരാരാണ്? അവർ ഹിന്ദു എന്നൊന്നും അവർക്ക് അന്ന് വിളിച്ചിരുന്നില്ല. മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ സെൻസസ് നടത്തിയതിനു ശേഷം പൊതുവേ ഇവിടെ പ്രകൃതി ആരാധന അധിഷ്ഠിതമായ മതങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളുടെ ജീവിത രീതി തന്നെയാണ് അവരുടെയും ജീവിത രീതി. മുസ്ലിം ഞങ്ങളുടെ ഇടയിൽ നേർച്ചയുണ്ട്. നേർച്ച ഇസ്ലാമിക രീതി അനുസരിച്ച് വന്നൊന്നല്ല. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ വിളക്ക് കത്തിക്കുന്ന ക്രിസ്ത്യാനി മെഴുകുതിരിയല്ലേ കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കുന്ന പരിപാടി അവർക്കില്ലല്ലോ. അവർ പക്ഷേ ഇപ്പോൾ പള്ളിയിൽ പോലും വിളക്ക് കത്തിക്കുന്ന അവസാനം അതിനുള്ള കുരിശ് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സാംസ്കാരികമായ ഒരു ഏകത്വമുണ്ട്. ഈ സാംസ്കാരികമായ ഒരു ഏകത്വത്തിനാണ് ഇന്ത്യയുടെ ദേശീയത ഉണ്ടായത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ദേശീയത ഉണ്ടായത് ഒരു വംശത്തിൻ്റെ പേരിലോ ഇതിൻ്റെ പേരിൽ ഒരു ഭാഷയുടെ പേരിൽ. ഇപ്പോൾ ആംഗ്ലോ സാക്സൺസ് അതൊരു വംശമായിരുന്നു. വംശം എന്നുള്ള കോൺസെപ്റ്റ് റേസ് എന്നുള്ള കോൺസെപ്റ്റ് ലോകത്ത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉപയോഗിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ജാതി പോലെ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഈ റേസ് എന്നുള്ളത്. ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളായിരുന്നു. അവരാണ് ആംഗ്ലോ സാക്സൺസ്. അതിന് മുമ്പ് അവർക്ക് മറ്റൊരു ഭാഷ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഇവർ ഇംഗ്ലീഷ് ജർമ്മൻകാരും ഫ്രഞ്ചുകാരും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുകയും അവരെ രാജാക്കന്മാരധികം ഫ്രഞ്ചുകാരും ജപ്പാൻകാരും. ഇപ്പോഴും അരിസ്ട്രോക്രാറ്റിക് ഇംഗ്ലീഷുകാരുടെ വീട്ടിലെ ഭാഷ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരം ഫ്രഞ്ച് ഭാഷയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സ്വകാര്യ അഹങ്കാരം ഇംഗ്ലീഷ് ആക്കുമ്പോൾ അവർക്ക് ഫ്രഞ്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് മിക്കവാറും ഒരു സംസ്കാരം ഒരു യൂറോപ്പിലുണ്ടായപ്പോൾ ഇംഗ്ലീഷുകാർ ഫ്രഞ്ച് എന്നാൽ ഗാൾ വംശജരാണ്. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഗാൾ വംശം. ജർമാനിക് ട്രൈബ്സ് ആണ്. അതുപോലെ തന്നെ ഡെയിൻസ് എന്നാണ് ഡെൻമാർക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളിവിടെ അങ്ങനെയല്ല. അങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു 10-15 രാജ്യം ഉണ്ടാവണം. അപ്പോൾ അവിടെ ഓരോരോ ഭാഷയ്ക്ക് പുറത്തും ഓരോരോ പ്രത്യേക റൈസിന് പുറത്തും ഒരു രാജ്യം ഉണ്ടായതാണെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ വളരെ പതുക്കെ ഉണ്ടായി വന്ന ഒരു രാജ്യമാണ്. അതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് നാഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം എന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നാണ് കോൺഗ്രസ്സുകാർ. RSS ഓൾറെഡി ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് അങ്ങനെയല്ല, നാഷൻ ഇൻ മേക്കിംഗ് ആണ്. എന്നാൽ സ്റ്റേറ്റ് ഉണ്ട് നമുക്ക്. മനസ്സിലായി? സ്റ്റേറ്റ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരെ സംബന്ധിച്ച് നാഷണൽ സ്റ്റേറ്റ് ഓൾറെഡി ഉണ്ട്. ഇപ്പം ടിബറ്റൻസിനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം നാഷൻ ഇല്ല, പക്ഷെ നാഷൻ ഫീൽ അവർക്കുണ്ട്. അവർ നാഷനാണ്, അല്ല നാഷൻ ഉണ്ട്, അവർക്ക് സ്റ്റേറ്റ് ഇല്ല. മനസ്സിലായി? അടുത്ത കാലം വരെ ഇസ്രയേലികൾക്ക് എന്തുണ്ടായിരുന്നു? അവർക്കൊരു നാഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് നാഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് സ്റ്റേറ്റ് ഇല്ല. ഇപ്പം ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നാഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, തിരുവിതാംകൂറുകാരനെന്നല്ലാതെ ഇന്ത്യൻ എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല, ഭാരതീയൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഗുപ്ത രാജാവിൻ്റെ ആളാണ്, ഞാൻ മൗര്യ രാജാവിൻ്റെ ആളാണ്. നമ്മൾ പരസ്പരം ഇവർ രാജാക്കന്മാർ പരസ്പരം അടിക്കുകയും ചെയ്യും.
ഈ ഇന്ത്യൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായി വരുന്നത് അതൊരു കോംപ്രിഹെൻസീവ് ഫോമിൽ ആധുനിക കാലഘട്ടത്തിൽ അത് ബ്രിട്ടീഷുകാർ വന്നതിനാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് ദേശീയ ബോധം തീരെ ഇല്ല എന്നുള്ളതല്ല, സാംസ്കാരിക ബോധം ഉണ്ടായിരുന്നു. ആ സാംസ്കാരിക ബോധത്തിൽ ദേശീയതയുടെ അണ്ടർ കറൻസ് ഉള്ളതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഒരുമിച്ച് വന്നത്. അപ്പം നമ്മുടെ ഒരു ദേശീയതയുടെ അടിസ്ഥാനം നമ്മുടെ സംസ്കാരമാണ്. മനസ്സിലായില്ലേ? ഈ സാംസ്കാരികമായ ഏകത്വം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു ദേശീയത ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മൾ വ്യത്യസ്ത വസ്ത്രധാരണ രീതി, ഭാഷ, അതുപോലെ തന്നെ നമ്മുടെ മതവിശ്വാസം, ജാതി, ഇതൊക്കെ വ്യത്യാസമാണ്. ഇവിടെ പുലയനോ അല്ലെങ്കിൽ പണ്ട് ഈഴവനോ ഒക്കെ ആരാധിച്ചിരുന്ന ദൈവത്തെ ബ്രാഹ്മണസ് ആരാധിച്ചിരുന്നില്ല. ഇപ്പാണ് എല്ലാവർക്കും ഒരു ദൈവമായി നാരായണ ഗുരു വന്നതിന് ശേഷം. മനസ്സിലായില്ലേ? ഇപ്പൊ ശിവന്റെ വേർഷനായി മാറി, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ വേർഷനായി മാറി. അപ്പം അന്നെല്ലാം തമ്മിൽ പൊതുവായിട്ട് എവിടെയൊക്കെ വെച്ച് സാംസ്കാരികമായിട്ടൊരു ഏകത്വം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ ദേശീയത ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവർക്കെതിരെയുള്ള ഫൈറ്റായിട്ട് അത് ശക്തിപ്പെട്ടു വന്നത്. അപ്പോൾ ഇന്നത്തെ കോണ്ടക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യക്കാരും നമ്മളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യക്കാർ വിദ്യാഭ്യാസപരമായി കുറച്ച് പിന്നിൽ നിൽക്കുന്ന ആളുകളാണ്, പിന്നിലാണ്. ദക്ഷിണേന്ത്യക്കാരാണ് വിദ്യാഭ്യാസമായി മുന്നിൽ നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് പ്യൂറി ഇൻ്റർനാഷണൽ മുമ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് രസകരമായി കണ്ടുപിടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുന്ന പട്ടാള ഭരണമാണ് നല്ലതെന്നാണ്. പക്ഷേ സൗത്ത് ഇന്ത്യക്കാർ വിശ്വസിക്കുന്ന ജുഡീഷ്യറിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എല്ലാ ഡെവലപ്ഡ് സൊസൈറ്റിയും എന്താണ്, ജുഡീഷ്യറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജനാധിപത്യം, ജുഡീഷ്യറി. പട്ടാള ഭരണത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു ഫ്യൂഡൽ ചിന്താഗതിയാണ്. എന്ന് വെച്ചാൽ ഉത്തരേന്ത്യക്കാർ പിന്നിലാണ് എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ജനകീയമായ വലിയ രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ ആധുനിക വിദ്യാഭ്യാസം എത്തിത്തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഒരുപക്ഷെ സർവശിക്ഷ അഭിയാനൊക്കെ വന്നതിന് ശേഷം സ്വാതന്ത്ര്യാനന്തരമാണ്. എസ്പെഷ്യലി അത് വലിയൊരു മാറ്റം വരുന്നത് ഈ മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം ദേശീയത ബോധം അവിടെ അപ്പോൾ ഇതിനുള്ള വ്യത്യാസം. അപ്പോൾ ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മതവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ജാതി ദേശീയത തകർക്കുന്ന സാധനം മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ദേശീയ ബോധം കൂടുതൽ വിസിബിൾ ആവുക. അത് പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം മതവുമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ പെട്ടെന്ന് ഹിന്ദുത്വത്തിൻ്റെ അണ്ടക്കാരന് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. ഈ പട്ടേലൊക്കെ തന്നെ സെമി ഹിന്ദുത്വവാദിയായിരുന്നു. പക്ഷെ അത് കോൺഗ്രസ് ഇതിനെല്ലാം ഉൾക്കൊണ്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിന്നാണ്. പക്ഷേ കോൺഗ്രസ് പതുക്കെ അതിൻ്റെ ആ ശക്തി നഷ്ടപ്പെട്ടു പോവുകയും അത് ഹിന്ദു എന്നുള്ള വികാരത്തിൽ നിന്ന് പലപ്പോഴും ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഫീല് പലപ്പോഴും അങ്ങനെ കോൺഗ്രസ് നശിക്കാനും തുടങ്ങിയത്. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഷബാനു കേസ് രാജീവ് ഗാന്ധി എടുത്ത ഒരു എടുത്തുചാട്ടമാണ്. ഷബാനു കേസിന് അതിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശിലാന്യാസം അനുവദിക്കുന്നു. അതിനുശേഷം കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാകുന്നു. ഈ ശിലാന്യാസം എന്ന് വെച്ചാൽ സംഘത്തിന്റെ ആവശ്യമായിരുന്നു. അപ്പൊ ആ കാര്യം നിർവഹിക്കാൻ സംഘം ഇവിടെ ഉണ്ടായി, പിന്നെ കോൺഗ്രസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഉത്തരേന്ത്യക്കാർ നേരെ സംഘത്തിലേക്ക് പോയി. രാജീവ് ഗാന്ധി പറ്റിയ അവധം എന്താണ്? അപ്പോൾ ഷബാന കേസിൽ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ മുസ്ലിംസിലെ യാഥാസ്ഥികരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വിധി വന്നു. അപ്പോൾ ഇതൊരു മുസ്ലിം പാർട്ടി എന്നുള്ള ഫീൽ ഉത്തരേന്ത്യ ഉണ്ടായി. മുസ്ലിംസിൽ എന്ത് സംഭവിച്ചു? ശിലാന്യാസം അനുഭവിച്ചതോടുകൂടി ഇത് ഹിന്ദു പാർട്ടിയാണെന്ന് അവരും വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സെൻട്രിസ്റ്റ് സ്വഭാവം അങ്ങ് നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ ഒരു നഷ്ടം തുടങ്ങുകയും ഹിന്ദുസ് പതുക്കെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കോൺഗ്രസിലേക്ക് എഴുതുന്നു. പക്ഷെ അതിൽ ആ സമയം തന്നെ രാഷ്ട്രീയക്കാർ തന്ത്രപരമായി കമണ്ഡലുവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റേ സ്ഥാനം എടുക്കുന്നു. ഏത് മണ്ഡൽ കമ്മീഷൻ എടുത്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഗുണം കിട്ടിയ ജാതി കൺസോൾട്ടേഷൻ ഉണ്ട്. പക്ഷെ ജാതി കൺസോൾട്ടേഷൻ ലിമിറ്റ് ഉണ്ട്. അത് ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരു മത കൺസോൾട്ടേഷനിൽ വരും. അതാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനും മോദിക്കൊക്കെ അവിടെ ഗുണമായിട്ട് മാറിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഈ വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയതുകൊണ്ട് മുകുന്ദൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പടിഞ്ഞാറ് നോക്കിയ യന്ത്രങ്ങളാണ്. പടിഞ്ഞാറ് എന്ന് വെച്ചാൽ വളരെ ഗ്രാജുവലായിട്ട് മോഡേണിറ്റി കഴിഞ്ഞ് പോസ്റ്റ് മോഡേണിറ്റിയിലേക്ക് കടന്നു പോയിട്ടുള്ള സമൂഹം, വളരെ പതുക്കെ കടന്നു പോയിട്ടുള്ളൊരു സമൂഹമാണ്. അപ്പം അവരുടെ അതേ പുസ്തകങ്ങളും എല്ലാം തന്നെ പെട്ടെന്ന് ഇവിടെ എത്തുന്നതുകൊണ്ട് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മളറിയാതെ നമ്മളിലേക്ക് അവരുടെ ഒരു ജനാധിപത്യ ബോധം കടന്നു വരികയാണ്. ഈ ജനാധിപത്യ ബോധം വളരെ മോഡേൺ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ചില മൈനോറിറ്റിയുടെ സ്പേസസ്, ചെറിയ കാര്യങ്ങളെ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അത് നല്ലതുമാണ്. ഇപ്പം ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇപ്പം ഇന്ത്യയിൽ പട്ടിണി കൂടുതലാണ്, അതൊരു വലിയ രീതിയിൽ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ വലിയ പട്ടിണി ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു വരിക എന്നുള്ള അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഈ യൂറോപ്യൻ വ്യൂ പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ നാഷൻ ഇൻ മേക്കിംഗ് ആണ്. നമ്മുടെ നാഷൻ ഇപ്പം പൂർണ്ണമായിട്ടായിട്ടില്ല. അപ്പോൾ ഈ നാഷൻ ഇൻ മേക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ കരുതൽ വേണം. യൂറോപ്യൻസ് ഓൾറെഡി ദേ ആർ എ നാഷൻ, ഓരോ രാജ്യവും ഒരു നാഷനാണ്. നമ്മൾ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ നമ്മൾ കുറച്ച് കരുതൽ വേണം. യൂറോപ്യൻകാർ പറഞ്ഞാൽ അവരുടെ നാഷൻ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കൾ പുറത്തുണ്ട്. യൂറോപ്യൻസിനെ പോലെ അല്ല, നാലുപാടും ശത്രുക്കളാണ്. അവർക്ക് ഈ വ്യൂ പോയിന്റ്സ് എൻകാഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഹൈജാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ രാഷ്ട്രത്തിനെതിരെ തിരിച്ചു വരാനും ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രം മോശമാണ് എന്ന് പുറംലോകത്ത് ചിത്രീകരിക്കാൻ പറ്റും.
മാത്രമല്ല ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന കുട്ടികളെ ഇവർക്ക് എന്ത് ചെയ്യും, ഇവരൊക്കെ ദേശീയ ബോധമുള്ള ആളുകളായിരിക്കും, പക്ഷേ ഇവരെ ഇങ്ങനെ ഇന്ത്യനെ പറ്റി നെഗറ്റീവ് ഉണ്ടാക്കി ഇവരെ ഈ ആന്റി നാഷണൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിലേക്കും മറ്റും എന്ത് ചെയ്യുക, അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു അപകടം. ഉത്തരേന്ത്യയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഹിന്ദുത്വം എന്നുള്ള വികാരം അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിസം എന്നുള്ള വികാരം അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ അവിടെ കലാപങ്ങളിലേക്ക് പോകും. ഇത് രണ്ടും പാടില്ല. ഇത് രണ്ടും ദേശീയതയെ തകർക്കും. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ ഉത്തരേന്ത്യക്കാരാണ് ദക്ഷിണേന്ത്യക്കാരാണ് എന്ന് കാണണം. ഹിന്ദു മുസ്ലിം ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ്, രണ്ടാമത്തെ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ. ഇത് എന്ത് ചെയ്യാൻ പറ്റും? അത് RSSനും അറിയാം. പക്ഷെ അപ്പം ഈ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് പുറത്ത് ഈ യാഥാർത്ഥ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോരുത്. രാഷ്ട്രീയക്കാർ എപ്പോഴും ചെയ്യുന്നതാണ്, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഹിന്ദു മുസ്ലിംസിനെ അടുപ്പിക്കും. അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ജനം അത് തിരിച്ചറിയണം. ഇത്രയും കാലം ഹിന്ദു മുസ്ലിംസും ഇവിടെ ഒരുമിച്ച് നിന്ന് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഈ ജനാധിപത്യം വരുന്നതിന് ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിൽ മുസ്ലിംസും മുസ്ലിം രാജാക്കന്മാരുടെ അണ്ടറിൽ ഹിന്ദുസും കുഴപ്പമില്ലാതല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അക്ബറിന്റെ ബീർബൽ അയാളായിരുന്നില്ല മന്ത്രി, പ്രധാന സംഗീത താൻസനായിരുന്നില്ലേ. പിന്നെ ഔറംഗസേബിനെ പോലെ മതമൗലവാദിയുടെ അണ്ടറിൽ പോലും ഏറ്റവും കൂടുതൽ മറാഠികൾ മുഗൾ സൈന്യത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ പേഷ്യാസാണ് ഒരു പക്ഷേ RSSുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള ഇന്ത്യയിലെ പഴയ രാജാക്കന്മാർ മധ്യകാലഘട്ടം. ഈ പേഷ്യാമാരുടെ പ്രധാനപ്പെട്ട ഇബ്രാഹിം ഗാദിനെയൊക്കെ പോലുള്ള സൈനിക തലവന്മാരുണ്ടായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ ബാജിറാവ് രണ്ടാമൻ്റെ മകൻ ഒരു മുസ്ലിം സ്ത്രീലാണ്. അതാണ് സിനിമ വന്നിട്ടില്ലേ, ജലീല ബൻസാരിയുടെ സിനിമ വന്നത്. എന്താണ് ബാജിറാവ് മസ്താനി. അദ്ദേഹമാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മുസ്ലിം രാജാക്കന്മാരോട് പടപെടുതി മറ്റ് മറാഠി സർദാർമാരെ ഒപ്പം മരണമടഞ്ഞ ആളാണ്, വീരമൃത്യു വരിച്ച ബലിദാനിയാണ് അദ്ദേഹം. ഇങ്ങനെ സംസ്കാരമാണ് നമുക്കുള്ളത്. അതിനെയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ ബോധങ്ങൾ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യക്കാരുടെ ആധുനിക ബോധം കൊണ്ട് പുറത്തുള്ളവരുടെ കയ്യിൽ ആയുധമായി നമ്മൾ മാറണം. ഉത്തരേന്ത്യക്കാരുടെ ഈ ഫ്യൂഡൽ ബോധം കൊണ്ട് നമ്മൾ ഒരുത്തന്നെ മറ്റുള്ള ശത്രുവായി കരുതരുത്. ഇതിനിടയിൽ ഒരു കോമൺ ആയിട്ടുള്ള പാത്ത് ഉണ്ടാക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി അവർക്ക് ഉള്ളിൽ അത് ആഗ്രഹമുണ്ട്. സാംസ്കാരിക ദേശീയതയും അതുപോലെ തന്നെ നാനാത്വത്തിൻ്റെ ഏകത്വം മാത്രമാണ് നമുക്കതിൻ്റെ മുന്നിലുള്ള വഴി. എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ അത് അഡ്രസ്സ് ചെയ്യപ്പെടും. അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകും. ആ ഒരു ഈ പറഞ്ഞ കൺസെപ്റ്റാണ് ഞാൻ RSSൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദേശീയത എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് രാജ്യത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്നാണ് അവർ വാദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, പക്ഷെ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇപ്പം നമ്മൾ ഖുർആനിൽ ഒരുപക്ഷെ മുസ്ലിംസിന് ഏറ്റവും കൂടുതൽ ഖുർആനെ വെച്ചുകൊണ്ടാണ് എതിരാളികൾ വിമർശിക്കുക. ഈ ഖുർആൻ ഓരോരോ കോണ്ടെക്സ്റ്റ് പറഞ്ഞാണ്. ശത്രു ആയുധം എടുത്ത് വരുന്ന സമയത്താണ് ഒരു തിരിച്ചടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, മുസ്ലിംസ് ബാക്കി എല്ലാവരും കൊന്നെടുക്കണമെന്ന രീതിയിലാണ് ഇവർ പിന്നെ ഇസ്ലാമിന് ഇഷ്ടമില്ലാത്തവർ പറഞ്ഞു വരുത്തുന്നത്. ഇസ്ലാമിൽ ഒരുപാട് സക്കാത്തൊക്കെ പോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളവനില്ലാത്തവന് കൊടുക്കും. ഇതൊന്നും ആരും കാണുന്നില്ല. അതുപോലെ തന്നെ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രധാനമായിട്ട് ഇതിനൊരു ആശയപരമായിട്ട് അടുത്തുണ്ടാക്കിയത് ഗുരുജി ഗോൾവൽക്കറാണ്. അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിഭജനത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ പറയുന്നത് മുസ്ലിങ്ങൾ അടിച്ചോടിക്കുന്നത്. അതുപോലെ വൻതോതിൽ ഹിന്ദു ദൈവങ്ങളൊക്കെ പിന്നെ പാമ്പ് ദൈവം എന്നൊക്കെ പറഞ്ഞ അനന്തൻ, അതുപോലെ തന്നെ കുരങ്ങ് ദൈവം എന്നൊക്കെ മങ്കി കിങ് എന്നൊക്കെ മങ്കി കോഡ് എന്നൊക്കെ പറഞ്ഞ ഹനുമാനൊക്കെ അപമാനിച്ച സമയത്താണ് ക്രിസ്ത്യാനികളെ പറ്റി പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വേറൊരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ 13-14 കഷ്ണമാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ദേശീയതയുടെ വിഷയമാണ്. ആ സമയത്താണ് ഇതിനെയൊക്കെ തുടച്ചു നിൽക്കണമെന്ന് പറയുന്നത്. അപ്പുറത്ത് അദ്ദേഹം ഇതൊക്കെ കൊണ്ടച്ച് പറയുന്നു ഇവരെല്ലാം നമ്മുടെ ഭാഗമാണ്. ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് അല്ലാഹയെയോ അല്ലെങ്കിൽ ജീസസിനെയൊക്കെ ആരാധിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയാം. പക്ഷെ നമ്മുടെ സാംസ്കാരിക ധാരയുടെ ഭാഗമായി നിൽക്കാം. കാരണം ഇവിടെ ഡിവൈസീവ് ഫോഴ്സ് ആയി നിൽക്കരുത്, ബിക്കോസ് ഹിന്ദു മെജോറിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ RSSന് വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇസ്ലാമിനെ വായിക്കുന്നതാണ് നമ്മുടെ പൊതുബോധത്തിന് ഒരു മുൻവിധിയുണ്ട്. നെഗറ്റീവായിട്ടേ വായിക്കാവുന്നു. അങ്ങനെ പറ്റില്ല, അതാണ് പ്രശ്നം. ഇസ്ലാമിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പലത് പറഞ്ഞ് കോണ്ടക്സ്റ്റലാണ്, പല കോണ്ടക്സ്റ്റ്. ആ കോണ്ടക്സ്റ്റ് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒരാളോടുള്ള ഒരു ദേഷ്യം കൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തെ വെറുക്കരുതെന്ന് പറയുന്നുണ്ട്. അതേസമയം ശത്രുവിനെ ആക്രമിക്കാനും പറയുന്നുണ്ട്. അത് ഓരോ കോണ്ടക്സ്റ്റാണ്. ആളുകൾ എന്ത് ചെയ്യും, ഈ നെഗറ്റീവായിട്ടുള്ള സാധനം മാത്രം പറയും. ഇപ്പോൾ വേറെ ആളുകളോ ഇസ്ലാം വലിയ സംഭവം പറയുന്നില്ല, ഈ പോസിറ്റീവ് മാത്രം ഈ നെഗറ്റീവ് പറയുന്നത്. നിങ്ങൾ ഇത് രണ്ടും അഡ്രസ് ചെയ്യണം. സാറ് പറഞ്ഞതുപോലെ ദേശീയത എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ ഇപ്പൊ രാജ്യത്തിനകത്ത് ദേശീയത എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ടും കുറേ ആ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിലേകത്വം അല്ലെങ്കിൽ സംസ്കാരങ്ങളെ ജാതി ഇവരെല്ലാം ഇന്ത്യയെ സ്നേഹിക്കുന്ന
അല്ലെങ്കിൽ ഇന്ത്യ ഈ ബൗണ്ടറിക്കകത്ത് നിൽക്കുന്നത് പറഞ്ഞ അതിൻ്റെ വെളിയിൽ പോകുന്നത് കൊണ്ടാണല്ലോ വിചാരധാരയ്ക്കകത്ത് വ്യാഖ്യാനം വന്ന് വീണ്ടും വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയിലെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യക്ക് വേണ്ടി പറഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി കരുതി മുന്നോട്ട് പോകുന്ന ഒരു ദേശീയതയാവട്ടെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എന്ന് അതേ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാത്ത അത് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളെല്ലാം തന്നെ കാലഹരണപ്പെട്ടു പോകും. അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഐബോൾസ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ ക്യാച്ച് ചെയ്യപ്പെട്ട ഐബോൾസ് തന്നെ അവരെ കണ്ണടിക്കുന്ന അവസ്ഥാവിശേഷം വരും. ഓർത്താൽ നന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.